കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത കരങ്ങൾ പിടിക്കുവാൻ ആരും കാണില്ല. എന്നാൽ കൊടുക്കാനുണ്ടെങ്കിലോ ആ കരങ്ങൾ പിടിക്കാൻ പലരും മത്സരിക്കും. അല്ലേ അല്ലേ അതല്ലേ ജീവിതം? അല്ലേ? നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും കാണും. അങ്ങനെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് കൃത്യമായിട്ട് എനിക്കൊരു വേർഡ്സ് മറന്നുപോയി കേട്ടോ. താങ്ങാൻ തടുക്കുണ്ടെങ്കിൽ തലയ്ക്ക് മീതെ എന്തോ ഒരു ഇത് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൈവശം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റിനും ഈയാമ്പാറ്റകളെ പോലെ എല്ലാവരും കാണും. നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലോ ആരും കാണത്തില്ല. ഇല്ലേ? 10 പൈസയ്ക്ക് ഗതിയില്ലെങ്കിലേ, 10 രൂപയ്ക്ക് ഗതിയില്ലെങ്കിലേ സ്വന്തം മക്കളായാൽ പോലും നമ്മളെ കളഞ്ഞിട്ട് പോകും. തിരിഞ്ഞു നോക്കുമോ? ഇല്ല. പക്ഷെ ആ 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ആ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് മക്കളെന്ന് മാത്രമല്ല മക്കളുടെ കൂടെ കൂടുന്നവരും മത്സരിക്കും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പണത്തിൻ്റെ പുറകെയുള്ള നെട്ടോട്ടമാണ്, അത്യാഗ്രഹമാണ് എല്ലാവരും മുന്നോട്ട് നയിക്കുന്നത്, അല്ലാതെ മാതാപിതാ സ്നേഹം ഒന്നുമല്ല. നമുക്കറിയാം കേട്ടോ. എൻ്റെ ജീവിതാനുഭവം എന്നെ ഒരുപാട് കരയിപ്പിച്ച പല സന്ദർഭങ്ങൾ ഇങ്ങനെ കടന്നു പോയതാണ് കേട്ടോ. ഇന്നും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ചുറ്റുവട്ടത്തിൽ കൂടെ തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ആത്മാർത്ഥത കൂടിപ്പോയാലേ നമ്മളെ കറിവേപ്പില പോലെ വലിച്ചെറിയും. സത്യം പറയാൻ പോയാലേ, സത്യങ്ങൾ പറഞ്ഞാലേ നമ്മളെ എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും. അതാണ് ലോകം. സത്യങ്ങൾ പറയാതെ സാഹചര്യത്തിനനുസരിച്ച് അഭിനയിച്ച് വളരെ മനോഹരമായി കള്ളത്തരം മാത്രം കാണിച്ച് കള്ളം പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ ജീവിതം ആഹാ ഓഹോ. പക്ഷേ അതിൻ്റെ പിന്നിൽ ആരും ആലോചിക്കുന്നില്ല. ഒരു നാൾ സത്യം വെളിയിൽ വരുന്നു, പലനാൾ കള്ളം ഒരു നാൾ വെളിയിൽ എന്നൊരു പഴഞ്ചൊല്ല്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ല. അപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടി സത്യങ്ങൾ പലതും മൂടി വയ്ക്കും. ജീവിതത്തിൽ